എല്ലാവർക്കും നമസ്കാരം. ഈറ്റൻ ഒരു പുതിയ സെഗ്മെന്റിന് തുടക്കം കുറിക്കുകയാണ്. ഈറ്റൻ എന്ന ഈ ചാനലിന്റെ തന്നെ തുടക്കത്തിന് സവിശേഷമായ ഒരു സാഹചര്യമുണ്ട്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ ഏറ്റവും സമർത്ഥമായി ഏറ്റെടുക്കുക എന്ന ദൌത്യം കർമ്മനിരതമായ ഒരു അധ്യാപക കൂട്ടം ഏറ്റെടുത്തതിന്റെ ഫലമാണ് ഈറ്റൻ എന്ന ഈ ചാനൽ. അതുകൊണ്ട് തന്നെ സർവതല സ്പർശിയായ വിശേഷിച്ചും അധ്യാപക മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ സർവതല സ്പർശിയായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയവും ഈറ്റനിന് ഉണ്ട്. സേവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഏതൊരു അധ്യാപകനും അധ്യാപികയ്ക്കും തന്റെ സേവന കാലയളവിൽ ചെറുതോ വലുതോ ആയ ചില സംശയങ്ങൾ സേവന വേതന വ്യവസ്ഥിതികളെക്കുറിച്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അത്തരത്തിലുള്ള സംശയങ്ങൾ. ഇത്തരം സംശയങ്ങൾക്ക് സാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈറ്റനിൽ നമ്മൾ പുതിയ ഒരു സെഗ്മെന്റ് ആരംഭിക്കുന്നത്. സേവന പാഠം എന്ന ഈ സെഗ്മെന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്, ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേവന മേഖലയിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് റിട്ടയേർഡ് AEO ആയിട്ടുള്ള ശ്രീ പി രാംദാസ് മാഷാണ്. രാംദാസ് മാഷെ, ഈ നമ്മുടെ പുതിയ ഒരു പങ്ക്തി, ഒരു സെഗ്മെന്റ് നമ്മൾ ആരംഭിക്കുകയാണ്. സേവന പാഠം എന്ന പേരിൽ സേവന പാഠത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ അധ്യാപക മേഖലയിലേക്ക്, പ്രത്യേകിച്ചും നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അധ്യാപക മേഖലയിലെ സവിശേഷമായ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക, സംശയ നിവാരണം നടത്തുക എന്നാണ്. അങ്ങനെ വരുമ്പോൾ പുതുതായി മേഖലയിലേക്ക് വരുന്ന ആളുകളുണ്ട്. കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറം അധ്യാപക വൃത്തിക്കുള്ള ചില സവിശേഷതകളുണ്ടല്ലോ. അങ്ങനെ ഈ മേഖല തിരഞ്ഞെടുക്കുന്ന ഒരാൾ അവശ്യമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, എന്തെല്ലാം ധാരണകൾ മുൻകൂട്ടി ആവശ്യമാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക്? വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ ജോലി എന്താണ് എന്നുള്ളത് സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ രംഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരു കുട്ടി ബ്ലാങ്ക് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് നമ്മൾ പറയാം. പക്ഷെ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, ഒരിക്കലും ഒരു ബ്ലാങ്ക് മൈൻഡ്, അങ്ങനെയുള്ള ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സങ്കല്പത്തിൽ അവിടെ ആവരുത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, എന്തൊക്കെ ധാരണകൾ അധ്യാപകനുണ്ടായിരിക്കും, അതിൽ യോഗ്യതകളുണ്ട്. യോഗ്യതകളെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല, കാരണം അധ്യാപകർ ഇപ്പൊ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പങ്ക്തി പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നതിൽ ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഈ മേഖലയെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം കടന്നു വന്ന് തന്റെ പെർഫോമൻസിനെ ഏറ്റവും മനോഹരമായി നിർവഹിക്കുക, തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് അവരെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പൊ യോഗ്യതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അതുപോലെ തന്നെ നിയമന രീതിയെ കുറിച്ച് പറയാം, വ്യക്തമാക്കി കൊടുക്കാം നമുക്ക്. അതില് നമ്മള് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് തട്ട്, നമ്മൾ എപ്പോഴും 2 അല്ല 3 തട്ടുണ്ട്. കാരണം സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകൾ, ഇവിടെയുള്ള നിയമന രീതികളും യോഗ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോ ഈ അൺഎയ്ഡഡ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറയുന്നില്ല, കാരണം അത് സർക്കാരിന്റെ കുട്ടികളുടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ഈ അധ്യാപകരെ നിയമിക്കുന്നതോ മറ്റോ ആയിട്ടുള്ള ഒരു പിന്നെ ശരിയായ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളൊന്നും ഇപ്പോഴും നിലവിലില്ല. പക്ഷെ യോഗ്യതകളൊക്കെ വേണം എന്ന് ആവശ്യപ്പെടാറുണ്ട് സർക്കാർ. അത് നമ്മൾ മറ്റൊരു ഒരു വിഷയമായി എടുത്ത് ചർച്ച ചെയ്യേണ്ട അത്രയും കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ തൽക്കാലം പോകേണ്ടതില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോ പിന്നെ സർക്കാർ മേഖലയിൽ ജോലിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പിന്നെ അധ്യാപകർക്ക് മറ്റ് തൊഴിലിലേക്ക്, അതായത് ഒരു LDC അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി എന്നുള്ളതിലേക്കൊക്കെ സൂചിപ്പിക്കുന്ന സാധാരണ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ, അതായത് SLC അല്ലെങ്കിൽ +2 ഇല്ലെങ്കിൽ ഡിഗ്രി, ഇതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകം ഒരു അധ്യാപന യോഗ്യത കൂടി അതിൽ നേടേണ്ടതുണ്ട്. ഈ അധ്യാപന യോഗ്യത നേടിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് D.Ed, B.Ed 2 യോഗ്യതകളാണ് ഇപ്പോൾ പറയുന്നത്. M.Ed കൂടി ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ M.Ed പിന്നെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ പിന്നെ ഈ 2 യോഗ്യതകളാണ് നമ്മൾ സാധാരണ രീതിയിൽ അധ്യാപക മേഖലയിൽ അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ്യതയായി വെച്ചിട്ടുണ്ട്. ഈ യോഗ്യതയുടെ കാര്യത്തിൽ തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു യോഗ്യത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പേരിൽ മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ യോഗ്യതയിൽ മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് പിന്നെ പ്രൈമറി മേഖലയിലേക്ക്, അതായത് ഞാൻ പറഞ്ഞ UP LP വിഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നതിന് D.Ed ഡിപ്ലോമ ഇൻ പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് D.Ed 1. പിന്നെ B.Ed ഉള്ളവർക്കും പഠിപ്പിക്കാം. B.Ed ഉള്ളവർക്ക് ഇപ്പോ പിന്നെ UP-യിലാണ്. UP മുതൽക്ക് ഹൈസ്കൂളിലുണ്ട്, ഹൈസ്കൂളിൽ വേറെ 2 പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 3 സെഗ്മെന്റ് ഇപ്പൊ നിലവിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇത് പിന്നെ ഞാൻ സൂചിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി, ഇപ്പൊ ഇതെന്തിനാ പറയുന്നതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ ഒരു പ്രൈമറി അധ്യാപകൻ ചിലപ്പോ പിന്നെ ഹയർ സെക്കൻഡറിയിലുള്ള അധ്യാപകരെ കുറിച്ച്, അവരുടെ യോഗ്യതകളെ കുറിച്ച് ഇങ്ങനെ പിന്നെ അറിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത്ര ഗൗരവമായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും. ഒന്ന്, അധ്യാപകൻ ഈ ഒരു പിന്നെ പണ്ട് പിന്നെ D.Ed എന്നുള്ളതിന് പകരം TTC എന്നായിരുന്നു. അതിനു മുമ്പ് ബേസിക് ട്രെയിനിങ് എന്നുള്ള രീതിയിലായിരുന്നു. B.Ed മുമ്പ് BE എന്നാണ്, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ BE എന്നാണ് പറഞ്ഞിരുന്നത്. BE-കാരൊന്നും ഇപ്പൊ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പരിഷ്കരണങ്ങൾ പോലെ തന്നെ നമ്മുടെ യോഗ്യതയുടെ കാര്യത്തിലും നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, യോഗ്യതയെ സംബന്ധിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ ഈ അഭിരുചി പരീക്ഷകൾ, അഭിരുചി പരീക്ഷ എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഭിരുചി പരീക്ഷ എന്ന് ഉദ്ദേശിച്ചത്, വിദ്യാഭ്യാസ മേഖലയിൽ അഭിരുചി പരീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ആ രീതിയിലില്ല. പക്ഷേ അധ്യാപകർക്ക് ഈ D.Ed-നും അതേപോലെ B.Ed-നും പുറമെ ചില നിബന്ധനകൾ കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നിയമത്തിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പ്രൈമറി അധ്യാപകർക്ക് KTET, കേരള പിന്നെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ്, KTET നേടിയിരിക്കണം. അതേപോലെ KTET LP-യിലും UP-യിലും ഹൈസ്കൂളിലും ഉണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകനാണെങ്കിൽ സെറ്റ് യോഗ്യത നേടിയിരിക്കണം. KTET എന്നൊക്കെ പറയുന്നത് ഒരു യഥാർത്ഥത്തില് അഭിരുചി പരിശോധന തന്നെയാണ് അല്ലെ? അഭിരുചി പരിശോധന എന്ന് തന്നെ അതിനെ, അത് എവിടെ വെച്ച് വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. പ്രബലമായ അധ്യാപക മേഖലയിലെ പ്രബലമായ സംഘടനകളൊക്കെ ഇത് B.Ed TTC-ക്ക് പ്രവേശനം നേടുന്നതിന് മുമ്പ് തന്നെ അഭിരുചി പരിശോധിച്ച് വേണം, അവിടെയാണ് നോക്കേണ്ടത്. യോഗ്യത നേടിയതിനു ശേഷം അഭിരുചി നോക്കുന്നതിലുള്ള ഒരു അനൗചിത്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. നിലനിൽക്കുന്നു. അതെ. ഈ പിന്നെ അഭിരുചി പരീക്ഷകൾ വേണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോ സാർ പറഞ്ഞതുപോലെ അധ്യാപകരുടെ ഇടയില്, പൊതുജനങ്ങളുടെ ഇടയില്, സമൂഹത്തിന്റെ ഇടയില് ഇത്തരം പിന്നെ അഭിരുചി പരീക്ഷകൾ വേണം എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. പക്ഷെ അധ്യാപകർക്ക് ഈ പിന്നെ TTC-യും B.Ed-ഉം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു യോഗ്യത ഇനിയും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് ഇപ്പൊ വിദ്യാഭ്യാസം മാറുമ്പോൾ ഇപ്പോ SLC എന്നുള്ളത് ഒന്നുമല്ല. പിന്നെ ഇതിനിപ്പോ TTC, ഞാൻ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. പിന്നെ നേരത്തെ അധ്യാപകനാവാൻ SSLC-യും TTC-യും മതിയായിരുന്നു പ്രൈമറി അധ്യാപകൻ. പക്ഷെ ഇപ്പൊ അത് പോരല്ലോ. ഇപ്പൊ ആ അധ്യാപകൻ +2 ക്വാളിഫിക്കേഷൻ നേടിയിരിക്കും. അപ്പോ SLC പാസ്സായ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് ഈ മേഖലയിൽ. അത് തെറ്റോ അല്ലെങ്കിൽ കുറവോ ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ
തുടർച്ചയായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ അധ്യാപകർ തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ. യോഗ്യതയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ കൃത്യതപ്പെടുത്തി പറയാം. ഏറ്റവും ഒടുവിൽ LP ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കാനുള്ള അധ്യാപികയുടെ യോഗ്യത, അതുപോലെ UP ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഏതാണ്, ഹൈസ്കൂൾ എത്തുമ്പോൾ എങ്ങനെയാണ്, ഹയർ സെക്കൻഡറി എങ്ങനെയാണ്, ഒന്ന് ക്രമപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് പ്രൈമറി അധ്യാപകൻ, ഇപ്പോ പ്രൈമറി അധ്യാപകനിൽ തന്നെ നേരത്തെ PD ടീച്ചർ എന്നുള്ളതായിരുന്നു അധ്യാപകന്റെ തസ്തിക പറഞ്ഞിരുന്നത്. ഇപ്പോഴും PD ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, തസ്തിക രീതിയിൽ സേവന പുസ്തകത്തിൽ എഴുതുന്നവരുണ്ട്. മറ്റൊന്ന് ഇപ്പോ LPSA, UPSA, പിന്നെ HSA. ആ LPSA എന്നുള്ളത് പോലും ഇപ്പൊ അതിന്റെ പേര് LPST എന്നായിട്ട് മാറിയിട്ടുണ്ട്, ടീച്ചർ എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ LPSAയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോ D.Ed.ഉം അതേപോലെ D.Ed.ന് യോഗ്യതയുണ്ട്, +2 പാസ്സാവണം. +2 പാസ്സായാൽ പോലെ +2ന് 50% മാർക്ക് എന്നുള്ള ഒരു ഇതും കൂടിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോ D.Ed.ഉം അതേപോലെ അതിന്റെ ബേസിക് യോഗ്യത ഞാൻ പറയുന്നില്ല, കാരണം ജനറൽ ക്വാളിഫിക്കേഷൻ ആണ് SLC അല്ലെങ്കിൽ പിന്നെ +2 യോഗ്യത നേടിയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഒരാൾ ഡിഗ്രി നേടിയിട്ട് D.Ed നേടുന്നു എന്നുള്ളത് അയോഗ്യതയൊന്നുമല്ല, മിനിമം അടിസ്ഥാന യോഗ്യത. അപ്പൊ D.Ed ആണ്. ആ D.Ed നേടിക്കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ കൂടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പിന്നെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വന്നിട്ടുള്ള പോളിസിയുടെ ഭാഗമായിട്ട് ഒരു പിന്നെ അഭിരുചി പരീക്ഷ, ഒരു പിന്നെ പ്രത്യേക യോഗ്യതാ പരീക്ഷ എന്നാണ് അതിന് പറയുന്നത്. അഭിരുചി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, യോഗ്യതാ പരീക്ഷ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത് ആണ് ടെറ്റ് എന്നുള്ളത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയാണ്. KTET, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് ദേശീയ തലത്തിൽ സെറ്റ് എന്ന് പറയുന്നത് പിന്നെ സെൻട്രൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ കേന്ദ്രത്തിലുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. കേന്ദ്രം ഇത്തരം കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ സെറ്റ് ഈ പിന്നെ സെൻട്രൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ഒരാൾ ഇവിടെ KTET പാസ്സായിക്കൊള്ളുന്നില്ല. KTET ഇതിൽ തന്നെ പിന്നെ 3 ലെവലുണ്ട്. LPSA ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഹൈസ്കൂൾ അധ്യാപകനും പിന്നെ പ്രൈമറി അധ്യാപകനും, പ്രൈമറി തന്നെ UPക്കും LPക്കും പ്രത്യേകം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചബിൾ ആണ്, ഏതെങ്കിലും നേടിയാലും മതി, അതൊന്നും തടസ്സമില്ല. അപ്പൊ ഇത് രണ്ടും നേടണം ഇതിന് അപേക്ഷിക്കാൻ. ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ PSCക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ ഈ യോഗ്യത നേടണം എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ KTET ഇല്ലാത്തവർക്ക് പിന്നെ സ്കൂളിൽ നിയമനത്തിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് പിന്നെ നിയമനം നേടാമായിരുന്നു. ഇപ്പൊ തന്നെ ഈ KTETലെ ഇളവുണ്ട്. 2012 മുമ്പുള്ളവർക്ക് പെർമനന്റ് ആയിട്ട് ഇളവ് ഉണ്ട്, അവര് നേടേണ്ടതില്ല. 2012 മുമ്പുള്ളവർക്ക് ഇത് നേടേണ്ടതില്ല, യോഗ്യത നേടേണ്ടതില്ല. അപ്പൊ 2012 ശേഷം വന്നിട്ടുള്ളവർക്കും ഇപ്പൊ 2019 വരെയുള്ളവർക്ക് മുഴുവൻ അധ്യാപകർക്കും അതിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് നേടുന്നതിന് ഇളവാണ് അനുവദിച്ചിട്ടുള്ളത്. ഇളവ് എന്നുള്ളത് 3 വർഷം കൊണ്ട് പിന്നീട് ഇത് നേടിയിരിക്കണം എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ പിന്നെ സംഘടനകളും പിന്നെ ഗവൺമെന്റും ഒക്കെ ഇടപെട്ടുകൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങളിൽ ഈ ഇളവുകൾ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഘട്ടത്തിൽ ഇപ്പൊ ഇതേവരെ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് 19 വരെ പിന്നെ ഉള്ള ആളുകൾക്ക് ആ ഇളവ് ബാധകമായിട്ടുണ്ട്. നമുക്ക് യോഗ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ യോഗ്യതകൾ നേടിയതുകൊണ്ട് മാത്രം ജോലിയായില്ല, നിയമനം നടക്കണം. അപ്പൊ സ്വാഭാവികമായും നിയമനത്തിന് വ്യവസ്ഥാപിതമായ ചില രീതികളുണ്ട്. ആ രീതികളോട് ചുരുക്കി നമ്മൾ വളരെ വിശദമായിട്ട്, കാരണം നമ്മൾ കാണുന്നതിൽ കൂടുതൽ ആളുകളും അധ്യാപകരാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഒരു സേവന പാഠം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ചുരുക്കിയെങ്കിലും നമുക്ക് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. നിയമന രീതികളെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കും. നിയമന രീതികള് നമുക്ക് സർക്കാരിലും എയ്ഡഡ് മേഖലയിലും 2 തരത്തിലുള്ള നിയമന രീതികളാണ്. നിയമനം ഒക്കെ ഒന്നാണ്, ഒരേ തസ്തികകളിലേക്കാണ് നിയമിക്കുന്നതെങ്കിലും, കാരണം LPSA, UPSA ഈ തസ്തികകളിൽ, ഹൈസ്കൂളാണെങ്കിൽ HSA അല്ലെങ്കിൽ HSST, ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ HSST തസ്തികകളിലേക്കാണ്. ഹയർ സെക്കൻഡറിയിലും ഗവൺമെന്റും എയ്ഡഡും പിന്നെ ഒക്കെ പിന്നെ നിയമന രീതികളിൽ വ്യത്യാസമുണ്ട്. സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് നിയമിക്കുന്നത്
PSC വഴിയുള്ള നിയമനമാണ് പിന്നെ സർക്കാർ നടത്തുന്നത്. അല്ലാത്തൊരു നിയമനം അതിലില്ല. അപ്പൊ ചോദിക്കാൻ ചിലപ്പോൾ ഡെയിലി വേജസ് ഒക്കെ നടക്കുന്നില്ല. അതിനെ ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഉൾപ്പെടുന്നില്ല. കാരണം സ്ഥിര നിയമനം എന്നുള്ള രീതിയിൽ PSC വഴിയാണ് നിയമനം നടക്കുന്നത്. അതിനുള്ള വിജ്ഞാപനങ്ങൾ, യോഗ്യതകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. പ്രൈമറിയിൽ D.Ed ക്വാളിഫിക്കേഷൻ വേണം. ഹൈസ്കൂളിൽ B.Ed, BA, B.Ed, ഡിഗ്രി വിത്ത് B.Ed, BA അല്ലെങ്കിൽ BSc, BA അല്ലെങ്കിൽ BSc, അതെ, ബാച്ചിലർ ഡിഗ്രി വിത്ത് B.Ed. അത് വിവിധ കോമ്പിനേഷനുകൾ കോമൺ ആയിട്ട് നമുക്ക് UG എന്ന് പറയാം. അതെ, UG എന്നുള്ളത് പറയാം. പിന്നെ ഹയർ സെക്കൻഡറിയില് പോസ്റ്റ് ഗ്രാജുവേഷനും B.Ed സെറ്റും ആണ്. മറ്റേ ഇപ്പോ നേരത്തെ ഹയർ സെക്കൻഡറിയിൽ മാത്രമേ സെറ്റ് നിർബന്ധമായിരുന്നുള്ളൂ. ഇപ്പൊ മറ്റു മേഖലകളിലേക്കും പിന്നെ അഭിരുചി പരീക്ഷ നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളത്. PSCക്ക് നിർബന്ധമായിട്ടുണ്ട്. നേരത്തെ അത് PSC ഒരു നോട്ടിഫിക്കേഷനിൽ അത് കാണിച്ചിരുന്നില്ല. ഇപ്പോ പിന്നെ വരുന്ന, അതായത് ഇപ്പൊ അത് കഴിഞ്ഞ വർഷം മുതൽക്ക് ഒക്കെ ആയിട്ടുള്ളൂ. പിന്നെ ആ നിയമനങ്ങളിൽ ഈ യോഗ്യത കൂടി അതിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യതയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുക. HSST തസ്തികയ്ക്ക് സംസ്ഥാന അടിസ്ഥാനത്തിലാണ് PSC ടെസ്റ്റ് നടത്തുന്നത്. ബാക്കിയുള്ള നിയമനങ്ങൾ ഹൈസ്കൂളിലേക്കും പ്രൈമറിയിലേക്കുമുള്ള നിയമനങ്ങൾ, പ്രൈമറിയിൽ തന്നെ ഇപ്പോൾ LPST, UPST 2 തസ്തികകളിലേക്ക് പ്രത്യേകം ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. മുമ്പ് ഒരു പിന്നെ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഈ തസ്തികകളിലേക്ക് PSC ടെസ്റ്റ് നടത്തുകയും അതിനെ തുടർന്നുള്ള ഇന്റർവ്യൂ, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ റാങ്ക് ലിസ്റ്റിലെ നിയമന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉള്ള നിയമനം നിലവിലുള്ള അധ്യാപക തസ്തികയ്ക്കനുസരിച്ച്, ഒഴിവുള്ള തസ്തികകൾക്കനുസരിച്ച് നിയമനം നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഒരു ഘട്ടം. അപ്പൊ മറ്റൊന്ന്, ഈ തസ്തികകളിൽ റാങ്ക് ലിസ്റ്റില് പിന്നെ എത്തിപ്പെട്ടാൽ, ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിലവിലെ എത്ര പിന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആ ഒഴിവുകൾക്കനുസരിച്ചാണ് അതാത് പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർമാർ, ജില്ലാതലത്തിലെ DDEമാർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളിലേക്കാണ് നിയമനം നടക്കുന്നത്. ആ നിയമനത്തിന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിലവിലുള്ള ഓരോ ഘട്ടങ്ങളിലും വരുന്നതാണ്, 3 വർഷം വരെ ഇതിന്റെ കാലാവധി വരുന്നതാണ്. പലപ്പോഴും അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെയൊക്കെ നിയമനം നടന്ന് പോവാം. കാരണം പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒക്കെ പിന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് നമ്മുടെ ജില്ലയിലാണ്. എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലാണ് വൻ കുതിപ്പാണ് നടന്നിട്ടുള്ളത്. നമ്മൾ ഈ പിന്നെ ഇത്രയും തസ്തികകളില്ല, പിന്നെ തൊഴിൽരഹിതരാണ്, ഒഴിവില്ല എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ തന്നെ അതെ, ഏറ്റവും ആകർഷണമുള്ള തൊഴിൽ മേഖലയായിട്ട് വിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിരുചി പരീക്ഷ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ ആളുകൾ ഇടക്കാലത്ത് ടീച്ചർ ജോലി എന്നുള്ളത് പിന്നെ കുറച്ച് പിന്നോക്കം പോയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും വീണ്ടും ആ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സന്തോഷകരമാണ്. എന്ന് മാത്രമല്ല ഈ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് അധ്യാപക മേഖലയിലാണ് എന്ന് പിന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം അത് ഇതിലുള്ള ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതൊന്നത് ഈ ഗവൺമെന്റ് മേഖലയിലെ നിയമനം, ആ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യമായ ആശങ്കകൾ ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലെ? PSC പരീക്ഷയ്ക്ക് PSC ടെസ്റ്റിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, പരീക്ഷ എഴുതുന്നു. മറ്റ് ഓഫീസ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇന്റർവ്യൂവിനെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ കൂടി തന്റെ ഒരു യോഗ്യത തെളിയിക്കേണ്ട, കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ നിയമനം നടക്കുന്ന മറ്റൊരു മേഖലയാണ് എയ്ഡഡ് മേഖല. നേരത്തെ സൂചിപ്പിക്കേണ്ടത് സംസാര മധ്യേ സൂചിപ്പിച്ചു. അവിടെ ഇപ്പോഴും ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നു. നിയമനം നേടിക്കഴിഞ്ഞാലും ജോലി സ്ഥിരമാകുന്നതിനെ സംബന്ധിച്ച്, ജോലി പ്രവേശിക്കുന്ന സമയം ഒന്നും പ്രത്യേകിച്ച് നോക്കാതെ ഒഴിവുണ്ടെന്ന് കേൾക്കുമ്പോൾ പോയി ജോയിൻ ചെയ്യുന്നു. പക്ഷെ പിന്നീട് പല പ്രയാസങ്ങളും നേരിടുന്നു. എന്താണ് അത്തരത്തിലൊക്കെ വരുന്നതിനുള്ള സാഹചര്യം? എങ്ങനെയാണ് അതിനെ മറികടന്നുകൊണ്ട് സുരക്ഷിതമായി ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യത എങ്ങനെ ആണ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? പിന്നെ സർക്കാർ മേഖലയിൽ പറഞ്ഞു PSC അഡ്വൈസ് മെമ്മോ പിന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഡ്വൈസ് മെമ്മോ നൽകുന്നത് PSC ആണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകുന്നത് നിയമനാധികാരി എന്നുള്ള രീതിയിൽ പിന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് നൽകുന്നത്. ഹയർ സെക്കൻഡറി സംബന്ധിച്ച് ഹയർ സെക്കൻഡറി പിന്നെ ഡയറക്ടറേറ്റ് ആണ് നൽകുന്നത്. അതൊരു ഉറപ്പാണ്. അത് പിന്നെ അഡ്വൈസ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതൊരു ഉറപ്പാണ്.
ഉറപ്പുണ്ടെങ്കിലും ചിലപ്പോൾ അത് നീണ്ടു പോവുകയൊക്കെ ചെയ്യാം. കഴിഞ്ഞ പിന്നെ ഗവൺമെന്റ് കാലത്തുണ്ടായി 1.5 വർഷത്തോളം നീണ്ടുപോയി. ചില അധ്യാപകർ സമരമൊക്കെ നടത്തിയിട്ടാണ് അവരെ പ്രത്യേകം തസ്തികയൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ആ അധ്യാപകർക്ക് നിയമനം കൊടുത്തത്. എങ്കിൽ കൂടി നിയമനം കൊടുത്തു. അപ്പൊ നിയമനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എയ്ഡഡ് മേഖലയിൽ കാര്യങ്ങള് നമ്മൾ പലപ്പോഴും പിന്നെ അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇതിലെ ഈ നിയമന രീതിയെ കുറിച്ച് പലപ്പോഴും അത്ര അറിവുണ്ടാവുകയില്ല. അധ്യാപകത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് അതെല്ലാം അറിയാമെങ്കിൽ കൂടി അപകടമായി മാറാറുണ്ട്. അതിൽ ഏറ്റവും ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തസ്തിക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നോക്കാം. അതിപ്പോ പിന്നെ ഗവൺമെന്റ് സ്കൂളില് പിന്നെ സർക്കാരാണ്, PSC എന്ന് പറഞ്ഞാൽ സർക്കാരാണ് നിയമനാധികാരി. മാനേജ്മെന്റ് സ്കൂളുകളിൽ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പിന്നെ സവിശേഷതയാണ് മാനേജരാണ് നിയമനാധികാരി. മാനേജർക്കാണ് നിയമിക്കാൻ അധികാരം. അത് ചോദ്യം ചെയ്യാൻ വേറെ ആർക്കും അധികാരമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ പിന്നെ മാനേജരെ നിയമിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പലപ്പോഴും പിന്നെ മറ്റുള്ളവര് ആലോചിക്കാറുണ്ട്. കാരണം നിലവിൽ യോഗ്യമായ തസ്തിക, അതായത് അംഗീകരിച്ച തസ്തിക ഉണ്ടായിരിക്കണം. തസ്തിക ഉണ്ടായാൽ മാത്രം പോരാ, തസ്തിക ഒഴിവായിരിക്കണം. അവിടെയാണ് ചിലപ്പോൾ തസ്തിക ഉണ്ടാവും, അതിലേക്ക് പിന്നെ വേറെ ആരെങ്കിലും ക്ലെയിമുള്ള ആളുകളോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ വീണ്ടും നിയമിക്കാൻ കഴിയും. ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ എയ്ഡഡ് സ്കൂളുകളിൽ, ഇപ്പൊ പ്രൈമറി ആയാലും ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂൾ ആയാലും എയ്ഡഡ് സ്കൂളുകളിൽ മുൻപ് വർക്ക് ചെയ്ത ആളുകൾ ഉണ്ടാവും. ഈ ആളുകള് ചിലപ്പോൾ നമ്മൾ ലീവ് എടുത്ത ഒഴിവിൽ മറ്റധ്യാപകർ ലീവ് എടുത്താൽ അത്തരം ഒഴിവുകളിൽ അതൊക്കെ വരുന്നതാണ്. അധ്യാപകർ ലീവ് എടുത്താൽ വരുന്നത്. പിന്നെ ചിലപ്പോ ഇപ്പോ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഡൈയിങ് ഹാർനസ്, പിന്നെ മരണപ്പെട്ടാൽ അധ്യാപകൻ ജോലിയിലിരിക്കെ മരണപ്പെട്ടാൽ എയ്ഡഡ് മേഖലയിലും പിന്നെ ആശ്രിതർക്ക് ജോലി സംരക്ഷണത്തിന് ജോലി നൽകുന്നതിന് നിലവിൽ പിന്നെ വ്യവസ്ഥയുണ്ട്. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാണുന്നത്. തുറന്നു പറയാം. കാരണം അങ്ങനെ പലപ്പോഴും മാനേജർമാര് അതിന് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. എങ്കിൽ കൂടി ഈ എയ്ഡഡ് മേഖലയിൽ അത്തരം ഒരു തസ്തികയില് ഇത്തരം ആശ്രിത നിയമനത്തിന് ബാധ്യതപ്പെട്ട ഒരു ഒഴിവ് ഒരു വിദ്യാലയത്തിൽ നിലനിൽക്കുന്നത് ഒരാൾ പോയി ജോയിൻ ചെയ്തു, മറ്റൊരാൾ ജോയിൻ ചെയ്താൽ ഈ യോഗ്യത ഇതിൽ അർഹതപ്പെട്ട ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമോ? അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, അയാൾക്ക് ഇടപെടാൻ കഴിയും. കാരണം അത് പിന്നെ KR-ലെ പിന്നെ പ്രത്യേകം 51B ക്ലൈമന്റ് എന്ന് പറയും. പിന്നെ അവര് അവിടെ പിന്നെ ഏതെങ്കിലും അധ്യാപകര് സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ അയാള് പിന്നെ അംഗീകരിച്ച ആളാണെങ്കിൽ, കാരണം അത് ഉണ്ട് ഇപ്പോ പിന്നെ അത്രയല്ല, നേരത്തെ ഉണ്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ അങ്ങനെ അധ്യാപകനായിട്ട് അംഗീകരിക്കപ്പെട്ട ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ആശ്രിതർക്ക് നിയമനത്തിന് മുൻഗണനയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിച്ചതിന് ശേഷമേ മറ്റുള്ള ആളുകൾ പരിഗണിക്കാൻ പാടുള്ളൂ. അത് ഇല്ലെങ്കിൽ മാത്രമേ മറ്റുള്ള ഉണ്ടെങ്കിൽ അവർക്കാണ് ഇതില് ക്ലെയിം ഉള്ളത്. ഇപ്പോ പിന്നെ ഈ നമ്മള് പിന്നെ നിയമനത്തിന്റെ പ്രപ്പോസലുകൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അധ്യാപകര് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മാനേജർ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ 51Aയും Bയും പിന്നെ ക്ലെയിമന്റുകൾ ഉണ്ടോ എന്ന് പിന്നെ വിദ്യാഭ്യാസ അധികാരികൾ AO പിന്നെ DO പിന്നെ അവർ ചോദിക്കും. അങ്ങനെ പിന്നെ ആ ഡിക്ലറേഷൻ കൊടുത്താൽ മാത്രമേ അവരുടെ നിയമനം അംഗീകരിക്കൂ. അപ്പൊ ഈ പിന്നെ നിലവിലുള്ള എയ്ഡഡ് സ്കൂളുകളിലെ തസ്തികകളിൽ നിയമിക്കുന്നതിന് വ്യവസ്ഥാപിതമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഇത് പാലിച്ചുകൊണ്ട് മാത്രമേ മാനേജർക്ക് നിയമനം നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥ. പക്ഷെ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പലപ്പോഴും പിന്നെ തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുകയും ഈ അധ്യാപകർ അവർക്ക് പിന്നെ നിയമന ഉത്തരവ്, അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ, സർക്കാരിൽ നിന്നുള്ള പിന്നെ നിയമന ഉത്തരവ് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ അധ്യാപകനായി ജോലിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ നിയമനാംഗീകാരത്തിന്റെ പ്രശ്നം സർക്കാരിന്റെ ബാധ്യതയായിട്ട് വരിക. അങ്ങനെയാണ് അധ്യാപകനായിട്ട് കയറി കഴിഞ്ഞു എന്നുള്ളത്. കയറി കഴിഞ്ഞാൽ അധ്യാപകനായത് തന്നെയാണ്. അധ്യാപകൻ പിന്നെ
യോഗ്യനായ അധ്യാപകനായിട്ട് തന്നെയാണ്, മാനേജർ അല്ല, പിന്നെ സർക്കാർ നിയമിച്ചാലും അധ്യാപകനായി. പക്ഷെ ഈ മാനേജർ നിയമിച്ചത് കൊണ്ട് മാത്രം ഇയാള് യഥാർത്ഥത്തിൽ പിന്നെ ക്വാളിഫൈഡ് അല്ലെങ്കിൽ പിന്നെ യഥാർത്ഥ അധ്യാപകനാവുന്നില്ല. അത് എഇഒന്റെയോ അല്ലെങ്കിൽ ഡിഒന്റെയോ പിന്നെ അംഗീകാരം, നിയമന അംഗീകാരം നൽകേണ്ടത് അവരാണ്. നിയമിക്കുന്നത് മാനേജറാണെങ്കിലും അത് അപ്രൂവ് ചെയ്യുന്നത്, അതാണ് അപ്രൂവൽ എന്നാണ് നമ്മൾ അതിന് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അധ്യാപക യോഗ്യത ഉള്ള ഒരാൾ സങ്കല്പിക്കുന്നു, അങ്ങനെ സങ്കല്പിക്കും. ഞാനൊരു മാനേജ്മെന്റ് സ്കൂളിൽ ജോലിക്ക് വേണ്ടി പോവാണ്, അവിടെ ഒഴിവുണ്ട് എന്ന് കേട്ട് പോവാണ്. അവിടെ ഒഴിവുള്ള തസ്തിക എനിക്ക് സുരക്ഷിതമാണോ എന്നറിയാൻ നിലവിൽ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പലപ്പോഴും ഈ ഒരു ആരോടാണ് ചോദിക്കുക? മാനേജറോട് തന്നെയാണ് ചോദിക്കുക, അല്ലേ? അല്ലെങ്കിൽ മാനേജർ ചുമതലപ്പെടുത്തിയ മാനേജറോട് അടുപ്പമുള്ള മറ്റൊരാളുണ്ടായിരിക്കും, അയാളോട് ചോദിച്ചിട്ടാണ് ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. പിന്നീട് ആൾ തിരിച്ചറിയുന്നുണ്ടാവുക ഞാൻ ചതിക്കുഴിയിലാണ് വീണത്. മുൻകൂട്ടി അറിയാൻ ഔദ്യോഗികമായ സംവിധാനങ്ങളെ സമീപിച്ചാലോ മറ്റോ അറിയാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്, അങ്ങനെ കഴിയും? ഉണ്ട്, നിലവിൽ വ്യവസ്ഥയുണ്ട്. ഇപ്പൊ സാറത് സൂചിപ്പിച്ചത് തന്നെ എനിക്ക് അനുഭവമുണ്ട്. കാരണം പിന്നെ അധ്യാപകര് പിന്നെ പറഞ്ഞു, ഞാൻ എന്റെ ഒരു സുഹൃത്താണ്, പിന്നെ മകന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അവിടെ ആ സ്കൂളില് ഒരു ഒഴിവുണ്ട്, സ്കൂൾ ഞാൻ പറയുന്നില്ല, സ്കൂളിൽ ഒഴിവുണ്ട്, പെർമനന്റ് പോസ്റ്റാണ്, കാരണം റിട്ടയർമെന്റ് പോസ്റ്റിലാണ് എന്നാണ് മാനേജർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്രൂവലിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങള് പിന്നെ ധാരണയിലെത്തി, ധാരണ എന്ന് പറഞ്ഞാൽ അറിയുന്നത് പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ പിന്നെ എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു, അല്ല പിന്നെ മാഷെ ഇത് പിന്നെ ഇങ്ങനെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, പെർമനന്റ് പോസ്റ്റാണ്, ഇക്കൊല്ലം റിട്ടയർ ചെയ്യുന്ന മാർച്ച് 31 റിട്ടയർ ചെയ്യുന്ന പോസ്റ്റാണ്, അതിലേക്ക് പിന്നെ നിയമനത്തിന് ഞങ്ങള് പിന്നെ ഇതിന് ചെല്ലട്ടെ, പരിഗണിച്ചൂടെ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ നിയമന അംഗീകാരം കിട്ടാതെ നിൽക്കുന്ന മറ്റ് അധ്യാപകരുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കാണ് അതിൽ ആദ്യം മുൻഗണന ലഭിക്കുക. പോസ്റ്റ് പെർമനന്റ് പോസ്റ്റിലേക്കാണ് നിയമിക്കുന്നതെങ്കിലും അല്ലാതെ നിയമനാംഗീകാരം കിട്ടാതെ മറ്റ് അഡീഷണൽ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇത് നോക്കാൻ. ഇതിന് നമ്മുടെ വിദ്യാഭ്യാസ അധികാരികളുടെ അടുത്ത് ഇതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്, പക്ഷെ അത് പലപ്പോഴും ആരും ഉപയോഗപ്പെടുത്താറില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരാൾക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ സമീപിക്കാവുന്ന ഒരിടമുണ്ടോ? ഒരിടമുണ്ട്, ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. കാരണം പിന്നെ അത് ഈ ഓരോ വർഷവും നമ്മള് പിന്നെ സ്റ്റാഫ് ഫിക്സേഷൻ പ്രപ്പോസൽ എന്ന് പറയും. ഒരു ജൂലൈ 15 മുമ്പ് പിന്നെ ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള തസ്തിക നിർണയത്തിന് വേണ്ടിയുള്ള പ്രപ്പോസൽ വിദ്യാഭ്യാസ അധികാരികൾക്ക് കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 15 മുമ്പ് ഈ തസ്തിക നിർണയിച്ചു കൊടുക്കും. ആ തസ്തിക നിർണയ ഉത്തരവ് ഓരോ വർഷവും ഉണ്ടാവും. ആ ഉത്തരവില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര തസ്തികകളുണ്ട്, ഇത്ര അധ്യാപകരുണ്ട്, അതിലുള്ള അധ്യാപകർക്ക് നിയമനാംഗീകാരം ലഭിക്കുകയും അതിൽ തന്നെ അഡീഷണൽ പോസ്റ്റൊക്കെ ആണെങ്കിൽ കാരണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം കുട്ടികൾ കൂടിയപ്പോൾ പുതിയ പോസ്റ്റ് ഉണ്ടായി. അപ്പൊ അങ്ങനെ പുതിയ പോസ്റ്റ് സൃഷ്ടിക്കുമ്പോൾ അതിന് സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കും. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഇതാ അവിടെ തസ്തികയുണ്ട്, ഞാൻ പിന്നെ സ്കൂളിൽ ചേർന്നു, പക്ഷെ എന്റെ അപ്രൂവൽ ആയിട്ടില്ലല്ലോ, 2016 മുതൽ ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ ഈ തസ്തിക സ്ഥിരം തസ്തികകളിലാവില്ല. മറ്റ് പിന്നെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഈ പോസ്റ്റ് ന്യൂലി ക്രിയേറ്റഡ് പോസ്റ്റ്, അതാ പിന്നെ ഫിക്സേഷന്റെ ആ ഉത്തരവില് പ്രത്യേകം കോളം തന്നെ ഉണ്ട്, അധിക തസ്തിക എന്ന് തന്നെ പ്രത്യേകം പറയും. അതിലാണെങ്കിൽ അതിന് സർക്കാർ ചില നോംസ് വെച്ചിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഈ മേഖല എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്വകാര്യ വിദ്യാലയങ്ങളില്, എയ്ഡഡ് വിദ്യാലയങ്ങളില് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് എന്നുള്ള ചില സൂചനകളാണ് സാറ് ഇപ്പൊ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും സംഭവിക്കാറ് ഇത്തരം യോഗ്യത ഉള്ള അധ്യാപന യോഗ്യത ഉള്ള ആളുകൾ ഉള്ള ഒരു ഒഴിവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുമ്പോഴേക്ക് കൂടുതൽ ആലോചിക്കാതെ പോയി ജോലിയിൽ പ്രവേശിക്കുകയും പിന്നീട് അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അധ്യാപക മേഖലയിൽ ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇനിയും ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവാം. അത്തരം സംശയങ്ങൾ
നമുക്ക് ഈ സെഗ്മെന്റിൽ ചർച്ച ചെയ്യണം. ഇന്ന് നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ള സമയം സമാപിക്കുകയാണ്. ഇവിടെ തീരുന്നില്ല. നമ്മുടെ സേവന പാഠം തുടരും. തീർച്ചയായും നിങ്ങളോടൊപ്പം ഈ സേവന പാഠം എപ്പോഴും ഉണ്ടായിരിക്കും, സംശയ നിവാരണത്തിനും മറ്റുമായി. ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുവാനുള്ളത്, ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് നമ്മൾ ചാടി വീഴുന്നത് ഒരിക്കലും ഒരു ചതിക്കുഴിയിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം, സുരക്ഷിതത്വം ഉറപ്പാക്കിയതിനു ശേഷം വേണം നമ്മൾ ഏത് മേഖലയിലായാലും, അധ്യാപക മേഖലയിലെന്ന് മാത്രമല്ല, ഒരു ജോലിയിൽ പ്രവേശിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സംശയങ്ങളും ആളുകൾ ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. അത്ര സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെ കമന്റായിട്ട് നിങ്ങൾക്ക് അത് സംശയങ്ങൾ ഉന്നയിക്കാം. മറ്റ് വഴികൾ ഉപയോഗിച്ചുകൊണ്ട് സേവന പാഠത്തിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ അയക്കാം. സാധ്യമായ പരിഹാരങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നൽകുന്നതാണ്. തീർച്ചയായും നമുക്ക് ഇനിയും കാണാം. അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇതൊരു മഹാസാഗരമാണ് അല്ലെ? കുറെ കാര്യങ്ങൾ ചെറിയൊരു പുസ്തകത്തിനുള്ളിൽ ഒരു പക്ഷേ വലിയ മഹാസാഗരം പോലെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ചട്ടങ്ങളിൽ. അപ്പോൾ വളരെ സന്തോഷം ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. കൂടുതൽ സംശയ നിവാരണത്തിന് നന്ദി. അക്ഷര സൗഹൃദ സമഭാവനയുടെ കടലാ